ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ കെമിസ്ട്രിയുടെ മെയിൻ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല എക്സാം തന്നെ ആയിരുന്നു. കാരണം പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സിന് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഞങ്ങൾക്ക് വന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി നമ്മുടെ ആ സാൾട്ട് അനാലിസിസിൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പർ മൊത്തം നമ്മളെ കൊണ്ട് വേണമെങ്കിൽ വൈവയ്ക്ക് ആ പേപ്പറിലുള്ള ഫുൾ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത്രയ്ക്ക് നോട്ടീസ് ചെയ്ത് നമ്മളോട് അത്ര ഇതുണ്ടെങ്കിലേ ചോദിക്കത്തുള്ളൂ, അല്ലാണ്ട് എല്ലാവരോടും ഒന്നും അങ്ങനെ ഇല്ല. എന്നാലും അത്യാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷേ എന്നെ ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് നല്ല രീതിക്ക് തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്നോട് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ടഫായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്ത എക്സ്പെരിമെൻറ്റ് ചോദിച്ചു. പിന്നെ ഞാൻ ഏതോ ഒരു കൊച്ചിന് എന്തോ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്തോ ചോദിച്ചതേ ഉള്ളൂ. അല്ലാണ്ട് എന്നോട് വലിയ കലിപ്പോ സീനോ അങ്ങനെയൊന്നും ഉള്ളൊരു ടീച്ചർ ആയിരുന്നില്ല ഇന്ന് വന്നത്. പിന്നെ എനിക്ക് കിട്ടിയ സാൾട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അലൂമിനിയം സൾഫേറ്റ് ആയിരുന്നു. എനിക്ക് കിട്ടിയ സാൾട്ട്. അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് താമസമുണ്ട്. കാരണം സൾഫേറ്റ് ആദ്യത്തെ 5 എണ്ണം വരെ ചെയ്യണം, പിന്നെ അതിനെ കൺഫർമേറ്ററി ചെയ്യണം. പിന്നെ അലൂമിനിയം ആയതുകൊണ്ട് അതായിരുന്നു ഞങ്ങളുടെ ഹോളിലെ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു സോൾട്ട് വെച്ചേക്കുന്നത് അലൂമിനിയം സൾഫേറ്റ് ആയിരുന്നു. മഗ്നീഷ്യം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും ഒന്നും ഞങ്ങൾക്ക് വെച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ വേണമെങ്കിൽ വൈവ ചോദിക്കും കേട്ടോ. അങ്ങനെയുള്ളൊരു ടീച്ചറായിരുന്നു വന്നത്. അപ്പോഴേ എന്നോട് വൈവ ചോദിച്ചത് അലൂമിനിയത്തിൻ്റെ ആഷ് ടെസ്റ്റിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ അല്ലാണ്ട് അമോണിയത്തിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചോദിച്ച്. പിന്നെ അല്ലാണ്ട് എന്താ ചോദിച്ചത്, പിന്നെ അല്ലാണ്ട് കാറ്റോൺസിൽ മെറ്റൽ അല്ലാത്തത് ഏതാ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഇത് മൂന്ന് ടൈമിങ്ങിലൊക്കെയാണ് ചോദിക്കുന്നത്. ടീച്ചറിനെ തോന്നുമ്പോൾ നമ്മളെ വിളിച്ച് ചോദിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് അലൂമിനിയം വൈവയായിട്ട് ചോദിച്ചത് എന്നോട് അലൂമിനിയം അല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നത്. വൈവയായിട്ട് ചോദിച്ച അലൂമിനിയത്തിൻ്റെ കാര്യങ്ങളായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് പേപ്പർ കൊടുത്തപ്പോഴാണ് എന്നോട് ചോദിച്ചത്. പിന്നെ എനിക്ക് വോളിമെട്രിയിൽ അസിഡിമെട്രിയിൽ എനിക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NaOH HCl ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അസിഡിമെട്രിയിൽ ചെയ്ത് ഫസ്റ്റ് എഴുതിയിരുന്ന എക്സ്പെരിമെൻറ്റ് തന്നെ അതുപോലാണ് ചോദിച്ചത്. അതുകൊണ്ട് പിന്നെ അത് നല്ലതായിരുന്നു. അത് നല്ലോണം ചെയ്യാനായിട്ട് പറ്റി. അതിനും കറക്റ്റ് റീഡിംഗ് ഒക്കെ കറക്റ്റ് ഏകദേശം വന്ന് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സാം ആയിരുന്നു എനിക്ക് കെമിസ്ട്രിയുടെ എന്ന് പറയുന്നത്. ഫിസിക്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫിസിക്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ. പക്ഷെ മിക്കവർക്കും ഫിസിക്സ് ആയിരുന്നു കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സാമിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു എക്സാം എന്നുള്ള എന്തായാലും ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളോട് ചോദിച്ച വൈവ ക്വസ്റ്റ്യൻസ്, ഏത് സാൾട്ടാണ് കിട്ടിയത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നാളെ നമ്മുടെ മാത്സിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.